ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഓൺ എക്സാമാണ്. ഇന്നേക്ക് 9ാമത്തെ ദിവസം. ഇന്നിപ്പോൾ 25-ാം തീയതി അല്ലേ, സൺഡേ ആണ്. അപ്പോൾ ഇന്നേക്ക് കറക്റ്റ് 9 ദിവസം കഴിയുമ്പോൾ 4-ാം തീയതി നമ്മുടെ എക്സാം തുടങ്ങും. നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ ആരെങ്കിലും പഠിച്ച് തീർത്തോ? അല്ലെങ്കിൽ നിങ്ങളെല്ലാം കവർ ചെയ്തോ? അല്ലെങ്കിൽ ഏകദേശം ഒരു 3/4 ഭാഗമെങ്കിലും തീർത്തോ? ഭൂരിഭാഗം പേരും ഒന്നും പഠിക്കാത്തവരുണ്ടായിരിക്കാം, പക്ഷേ അതിലും കുറച്ച് പേര് പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നാളെന്ന് വെക്കാതെ ഇന്ന് തൊട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം വരെ ഒരു ചലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ അതിൽ ആരും അങ്ങനെ ജോയിൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കമൻ്റൊക്കെ കണ്ടു, പക്ഷേ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇടയ്ക്ക് വെച്ച് പലർക്കും ബ്രേക്കായി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ യൂസ് അല്ലാത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, യൂസ്ഫുൾ അല്ലാത്തൊരു വീഡിയോ പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അവധിയാണ്, ഇന്ന് അവധിയാണ്, അതുപോലെ മറ്റന്നാൾ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം അവധിയാണ്, പിന്നെ സാറ്റർഡേ സൺഡേ ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ദിവസം അവധിയുണ്ട്. നമുക്കിപ്പോൾ ഏതാണ്ട് ഒരു 5-6 ദിവസം അവധിയുണ്ട് ഇനി അങ്ങോട്ട്. അപ്പോൾ ആ ദിവസമെങ്കിലും, ഈ ഒരു 9 ദിവസത്തിൽ ഒരു 5 ദിവസം അവധി ഉണ്ടെങ്കിൽ ആ ദിവസമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ കൈനറ്റിക്സ്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതുപോലെ D&F ബ്ലോക്ക്, ഇലക്ട്രോ കെമിസ്ട്രി, ഇത്രയും എനിക്ക് തീർക്കണം. ഇന്നത്തെ ഞാൻ എൻ്റെ ഒരു ഗോൾ വെച്ചേക്കുന്നത് അത്രയാണ്. അപ്പം നിങ്ങളും, ഞാനിപ്പോൾ ഒരു 3:30 ആകുമ്പോൾ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരത്തെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പം നിങ്ങളും ഒരു 2-3 ചാപ്റ്ററെങ്കിലും മിനിമം ഇന്ന് എടുത്തു വെക്കുക. എന്നിട്ട് ഇന്ന് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടിട്ട് നിങ്ങൾക്ക് അതിൽ മിനിമം ഒരു 2എണ്ണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് മനസ്സ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ. ഇതേ ചാപ്റ്റർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ എടുക്കാം, എളുപ്പമുള്ളത് എടുക്കാം, ടഫ് ഉള്ളത് എടുക്കാം. എനിക്ക് ഇതിനകത്തിൽ D&F ബ്ലോക്ക് എലിമെൻറ്റ്സ് കുറച്ച് ടഫാണ്. എനിക്കത് ഇതുവരെ അലോട്ട് കിട്ടിയിട്ടുമില്ല, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അതങ്ങ് എടുക്കുന്നത്. പിന്നെ അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രി എനിക്ക് കുറച്ച് ടഫായിരുന്നു, അതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇന്ന് പഠിക്കാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോൾ കമൻറ്റ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അലോട്ടിട്ട് എടുക്കുന്നതിനകത്തിൽ ഹിന്ദി ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷും എപ്പോൾ പഠിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ചൊവ്വാഴ്ച കഴിയുമല്ലോ, ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു ചാപ്റ്ററിൽ. എന്നാലും നമുക്ക് ചില ചാപ്റ്റേഴ്സ് ഒരു ഡൗട്ടായിട്ട് കിടക്കത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സും ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്നാലും നമുക്ക് ടൈമുണ്ട്. ഈ അവധി ദിവസങ്ങളിലാണ് ഞാൻ എന്നാലും ഒരു ഫുൾ റിവിഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഹിന്ദിയുടെയും ഇംഗ്ലീഷിൻ്റെ കാര്യം, എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ട് ഹിന്ദിയുടെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ 2 ദിവസം അതിനായിട്ട് മാറ്റി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹിന്ദിക്ക് ഒരുപാട് ദിവസം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ദിവസമോ 2 ദിവസമോ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് ഉണ്ട്. ഈ 2 യൂണിറ്റിലായിട്ട് ഏതാണ്ട് 7-8 ചാപ്റ്റർ ഉണ്ട്, 2 പോയം, ബാക്കിയെല്ലാം കഥകൾ, എസ്സേകളൊക്കെയാണ്. അപ്പം അതിനായിട്ട് എനിക്ക് ഒരു ദിവസം മാറ്റി വെക്കണം, ഹിന്ദിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിനും. ഹിന്ദി ആണെങ്കിലും അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. 2 യൂണിറ്റാണ് ഹിന്ദി, ദോസ്തി വരെയാണെന്നാണ് തോന്നുന്നത്. അപ്പം അത്രയാണ് ഹിന്ദി പഠിക്കാനുള്ളത്. അപ്പം ഞാൻ ആദ്യം ടെക്സ്റ്റ് ഫുള്ള് വായിക്കണം. അതിനാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ദിവസം അത് കടക്കും. ഈ ടെക്സ്റ്റൊക്കെ വായിച്ചത് മനസ്സിലാക്കണ്ടേ. ഓൾമോസ്റ്റ് ഞാൻ ടെക്സ്റ്റ് വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് ഏറെക്കുറെ അത്യാവശ്യം നല്ല സെൻറ്റൻസസ് ഒക്കെ ബൈഹാർട്ട് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസത്തിൻ്റെ കണക്ക് പറയുന്നത്. അപ്പം ടെക്സ്റ്റ് മൊത്തം വായിക്കണം. പിന്നെ ഈ ഗൈഡ് ഉണ്ടല്ലോ, എൻ്റെ എക്സാമിനറിൻ്റെ ഗൈഡ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷിൻ്റെ ആ ഗൈഡ് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ, അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്കൊന്ന് നോക്കണം. അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ചെയ്ത്, അതുപോലെ ഫോർമാറ്റുകൾ, ഡയറിയുടെ ഫോർമാറ്റ്, അതുപോലത്തെ സ്പീച്ചിൻ്റെ ഫോർമാറ്റ്, അതൊക്കെ ഒന്നുകൂടെ പൊടിതട്ടി എടുക്കണം. അതുപോലെ ഈ വട്ടം ഇംഗ്ലീഷിൽ നമുക്ക് ജോബ് ആപ്ലിക്കേഷൻ CV ഒക്കെ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ നോക്കണം. അതൊക്കെയാണ് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഞാൻ 1-2 ദിവസം മാറ്റി വെക്കും. അത് മാത്രമെന്നല്ല, അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും കൂടെ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് വരത്തില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് മാത്സോ എന്തെങ്കിലും ഒന്ന് പഠിക്കണമെന്നുകൂടെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ബയോളജി നമ്മുടെ ടെക്സ്റ്റ് ശരിക്കും വായിക്കണം. ടെക്സ്റ്റ് ഞാനിപ്പം ബയോളജി വായിച്ച് തീർത്തേക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, പിന്നെ ബയോടെക്നോളജി പഠിച്ചായിരുന്നു, എന്നാലും ഒരു ഡൗട്ട് പോലെ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ നോക്കണം. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അത് ഓൾമോസ്റ്റ് എല്ലാം അറിയാം കേട്ടോ. പിന്നെ അതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് ശരിക്കും വായിക്കാനുണ്ട്.
അത്രയാണ് ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ബയോളജിയുടെ കാര്യം ഈ പോയിന്റുകൾക്കാണ് ബയോളജി മാർക്ക് വരുന്നത്. നമ്മൾ ഈ വാരി വലിച്ച് സെന്റൻസ് ആയിട്ട് എഴുതുന്നതിനല്ല കാര്യം, പോയിന്റ് എഴുതുക, എത്രത്തോളം പോയിന്റ് ഉണ്ടോ അതാണ് എഴുതേണ്ടത്. ഇപ്പം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തിൻ്റെയെങ്കിലും 4 എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റിലുള്ള സെന്റൻസ് എല്ലാം വാരി വലിച്ച് ഈ പാരഗ്രാഫ് പോലെ എഴുതുന്നതിലും 4 പോയിന്റ് അത് ഉള്ള എല്ലാ കണ്ടന്റ് ഉൾപ്പെടുത്തി 4 പോയിന്റ് എഴുതുകയാണെങ്കിൽ അതിനാണ് മാർക്ക്. ആ വാരി വലിച്ച് എഴുതിയതിന് ചിലപ്പോൾ മാർക്ക് കിട്ടണമെന്ന് ഫുള്ളായിട്ടില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ. പിന്നെ അതുപോലെ കോഡ് വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടം നമുക്ക് +1 ഫസ്റ്റ് ചാപ്റ്ററിൽ എക്സാമിനറിന്റെ കോഡ് ഞാൻ എന്ന് കാണുന്നത് കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. അത് നമ്മൾ മറക്കത്തില്ല. കീപ് എന്ന് പറയുമ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. അത് നമ്മൾ അത്രയും മറക്കത്തില്ല. ആ ഓർഡർ ടാക്സോണമിക് ഹൈറാർക്കിയോ അങ്ങനെ കണ്ടാ പറയാം, ടാക്സോണമിക് ഹൈറാർക്കി. അതിന്റെ ആ ഒരു ഓർഡർ നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മറക്കത്തില്ല. അതുപോലെ ഈ വർഷത്തെ ഒരു കോഡാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ റീറ്റെസ്റ്റസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, പിന്നെ വാസ് ഡിഫറൻസ്. അപ്പൊ ഇത്രയും അത് നമ്മൾ മറക്കത്തില്ല. അപ്പൊ അതുപോലെ കോഡുകൾ ഉണ്ടെങ്കിൽ മറക്കാതെ ഇരിക്കാം. അതുപോലെ കെമിസ്ട്രി ആണെങ്കിലും കോഡ്, ഫിസിക്സ് ആണെങ്കിലും കോഡ് നല്ല. ഫിസിക്സിന് എനിക്ക് തോന്നുന്നു കോഡ് അത്ര ആപ്ലിക്കബിൾ ആവത്തില്ല. കെമിസ്ട്രി, ബയോളജിയാണ് കോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബയോളജിയുടെ കാര്യം ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, പോയിന്റുകൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ ഇപ്പം ഈ വട്ടം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിലാണെങ്കിൽ നമുക്ക് ലോകളൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ ആ ലോ ഒക്കെ കാണാതെ പഠിക്കുക. ഈ ലോ ഒക്കെ പഠിക്കാൻ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അത് വായിക്കും. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പിന്നെയും പറഞ്ഞു നോക്കും. ഏതാണ്ടൊക്കെ പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്ന ഒരു സമയമാകുമ്പോൾ ഞാൻ എഴുതി നോക്കും. എന്നിട്ട് ഈ എഴുതിയതും ടെക്സ്റ്റിലെ ആ ലോയും വെച്ച് ഞാൻ കമ്പയർ ചെയ്യും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീണ്ടും ഞാനത് പറഞ്ഞു പഠിക്കും. എന്നിട്ട് പിന്നെ എഴുതി നോക്കും. അങ്ങനെയാണ് ഞാൻ ലോ പഠിക്കുന്നത്. കാരണം ലോയിലെ വാക്കുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ലോ അതുപോലെ തന്നെ നമ്മൾ എഴുതണം. അതുകൊണ്ട് കെമിസ്ട്രി ആയാലും ഫിസിക്സിൽ ലോ ഉണ്ടോ? ഫിസിക്സിൽ ലോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഗോസസ് തിയറി ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇതെല്ലാം ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നെ അതുപോലെ ഈ ഫിസിക്സും കെമിസ്ട്രിയുടെയും കാര്യം പറയുവാണെങ്കിൽ അതിനകത്ത് തന്നെ ഇത് വരുമല്ലോ, ഈ ലോയ്ക്കകത്ത് തന്നെ ഇക്വേഷനുകൾ വരുമല്ലോ. അപ്പോൾ അതാണെങ്കിൽ ഞാൻ എഴുതിയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നിടം വരെ എഴുതി പഠിക്കുക. ഈ എഴുതി പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വായിച്ചു പഠിക്കുന്നതിനെക്കാട്ടിലും ചിലർക്ക് എഴുതി പഠിക്കുന്നതായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ എഴുതി പഠിക്കുന്നതാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഈ എഴുതി പഠിക്കാൻ പറയുന്നത്. അപ്പോൾ ബയോളജിയുടെ കാര്യം നമുക്ക് എഴുതി പഠിക്കാൻ പറ്റത്തില്ല, ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം, സയന്റിസ്റ്റിന്റെ പേര്, ഇത് കണ്ടുപിടിച്ച വർഷം ഉൾപ്പെടെ എല്ലാം ഞാൻ പഠിക്കാറുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ടെങ്കിലും അത് വീണ്ടും വായിച്ച് മനസ്സിലാവുന്നവരെ വായിച്ച് അവസാനം ലോഗുകളൊക്കെ ആണെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ പിന്നെ മനസ്സിൽ പറഞ്ഞു നോക്കിയിട്ടാണ് എഴുതി നോക്കുന്നത്. മനസ്സിലാവുന്നിടം വരെ പഠിക്കുക. പിന്നെ ഈ വെറുതെ പഠിക്കുക എന്നുള്ളതല്ല, ഈ എഴുതി പഠിക്കുക, വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളത് മനസ്സിലാക്കി പഠിക്കണം. ഇപ്പം ഞാനൊരു ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് നമുക്ക് കാണാതെ അതുപോലെ പഠിക്കാനുള്ളതാണെങ്കിൽ ഞാൻ ആദ്യം അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് മനസ്സിലാവുന്ന തൊട്ട്, എന്നെ പഠിപ്പിക്കുന്ന തൊട്ട്, ഞാനൊരു ടീച്ചറായി മാറി ഒരു കുട്ടി എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുകൂട്ട് പറയും. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. എന്നിട്ട് ഇത് മലയാളത്തിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലായ കുട്ടികളെ എന്നൊക്കെ ചിലപ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ. ക്രിഞ്ചാണ്, എന്നാലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ ആ രീതിയിലൊക്കെ നമ്മൾ പഠിക്കണം. അപ്പം ഈ ടീച്ചറായിട്ട് ഞാൻ തന്നെ അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ ചെയ്തിട്ട് അപ്പം നമുക്ക് മലയാളത്തിലൊരു ഐഡിയ കിട്ടും. ആ മലയാളം നമ്മൾ ഇംഗ്ലീഷിലാക്കി ഒന്നെങ്കിൽ പഠിക്കാം. ഇങ്ങനെ നോർമൽ സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ, അത് കാണാൻ പഠിക്കേണ്ടാത്ത കാര്യത്തിൻ്റെയാണ് പറയുന്നത്. കാണാൻ പഠിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ മനസ്സിലാക്കി അതത്രയും കാണാതെ പഠിക്കണം. വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക. മറ്റേതാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന തൊട്ട് അത് ഇംഗ്ലീഷിലേക്കാക്കി അങ്ങ് എഴുതിയാൽ മതി. നമ്മുടെ മലയാള സെന്റൻസ് നമ്മുടെ ഓൺ വേർഡ്സിൽ ഇംഗ്ലീഷിലാക്കി എഴുതിയാൽ മതി. പിന്നെ അടുത്തത് കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വട്ടം കെമിസ്ട്രിയിൽ ഡെറിവേഷനുകളൊക്കെ ഉണ്ട്. ഡെറിവേഷനൊക്കെയാണ് എഴുതി തന്നെ പഠിക്കണം. എന്നാലേ ഡെറിവേഷൻ മനസ്സിലാകത്തുള്ളൂ. കാരണം ഇടയ്ക്കത്തെ ഒരു സ്റ്റെപ്പ് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് പോകും. ഡെറിവേഷൻ്റെ ഒരു പ്രത്യേകത ഏതാണ് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് എന്തെങ്കിലും ഇപ്പം ഡിറൈവ് ചെയ്ത് വന്നു കഴിയുമ്പം ഇടയ്ക്കത്തെ ഒരു സ്റ്റെപ്പ് പോയി, പിന്നെ താഴോട്ടുള്ളത് മൊത്തം പോകുക. ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത സ്റ്റെപ്പ് കിട്ടിയാലും പിന്നെ താഴോട്ടുള്ളത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമ്മുടെ അടുത്തുനിന്ന് പോകും. അതാണ് കാണാതെ പഠിക്കുന്നതിന്റെ കുഴപ്പം. അതുകൊണ്ടാണ് ഈ എഴുതി പഠിക്കാൻ പറയുന്നത്. എഴുതി പഠിക്കുന്തോറും നമുക്ക് മനസ്സിലാവും ഇന്നിടത്ത് ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റ് ആവുന്നത്. പിന്നെ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും നമുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ ഒരുപക്ഷെ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൈലം ആണേലും എക്സാമിനർ ആണേലും
എഡ്യൂപോർട്ട് ആണേലും ഈഗൺ ആണേലും എല്ലാത്തിൻ്റെയും നോട്ടുകളുണ്ടല്ലോ. അവർ ഒന്നെങ്കിൽ അവർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾക്ക് ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ എഴുതിയെടുക്കാം. അതും അല്ലെങ്കിൽ ഈ PDF നോട്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതിയാൽ മാത്രമേ മനസ്സിലാവൂ എന്നുള്ളവർ സ്വന്തമായിട്ട് എഴുതിയെടുക്കാം. ഞാൻ സ്വന്തമായിട്ടാണ് എഴുതിയെടുക്കുന്നത്. ലൈക്ക് അവർ കാണിക്കുന്നത് ഒന്നെങ്കിൽ അതുപോലെ തന്നെ പകർത്തി വെക്കും, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണോ സൈഡിലേക്ക് കറക്റ്റായിട്ട് എഴുതി വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് എഴുതുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുത്ത് നോക്കുമ്പം നമ്മുടെ സെൻറ്റൻസ് ആണ്, ഇല്ലെങ്കിൽ അത് വേറൊരാളുടെ സെൻറ്റൻസ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിനകത്ത് തോന്നും, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ തന്നെ എഴുതുന്നതാകുമ്പോൾ നമ്മുടെ ഐഡിയാസ് ആണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അതൊന്ന് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന സാധനമാണ് നമ്മൾ എഴുതിയതെന്ന് മനസ്സിലാവും. പിന്നെ ഫിസിക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഡെറിവേഷൻസ് ഉണ്ട്, ലോകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം എഴുതി പഠിക്കുക, കാണാതെ പഠിക്കുക, ഇതെല്ലാം തന്നെയാണ് ഫിസിക്സ് ചെയ്യേണ്ടത്. പിന്നെ പ്രോബ്ലംസ്, മാത്സിന്റെ അല്ലെങ്കിൽ ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ ഒക്കെ കാര്യമാണ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം ഒരു വട്ടം ഒന്നും ചെയ്ത് പഠിച്ചാൽ പോരാ. പിന്നെ നിങ്ങൾക്ക് ശരിക്കറിയാവുന്ന പ്രോബ്ലം ആണെങ്കിൽ ഇപ്പം ക്വസ്റ്റ്യൻ കിട്ടി, നിങ്ങൾ ചെയ്ത് നോക്കി കറക്റ്റാണ്, അത് അബദ്ധവശ കറക്റ്റായതല്ല, അല്ലാതെ കൃത്യമായ പാതയിലൂടെ വന്ന് കറക്റ്റ് സ്റ്റെപ്പിലൂടെ വന്ന് കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയതെങ്കിൽ അത് പിന്നെ ചെയ്ത് പഠിക്കണ്ട, നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഇടയ്ക്ക് വന്നിട്ടാണ് ഫൈനൽ ആൻസർ പക്ഷേ എങ്ങനെയോ കറക്റ്റായിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് കാണുവാണെങ്കിൽ ആ ക്ലാസ്സിനകത്ത് അവർ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയെടുക്കും. എന്നിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അത് നമുക്ക് പെൻസിൽ വെച്ചായാലും എഴുതി നോക്കാം. പെൻസിൽ വെച്ചാണ് ഞാൻ കൂടുതലും അങ്ങനെയുള്ള എഴുതി നോക്കും. എന്നിട്ട് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേന എഴുതാം കേട്ടോ, ഇല്ലെങ്കിൽ വെട്ടും കുത്തും കൂടുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇത് എഴുതി നോക്കിയിട്ട് ഫൈനൽ ആൻസർ എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാനത് വീഡിയോ പ്ലേ ചെയ്ത് സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ആൻസർ കാണിക്കുന്ന ഭാഗത്തേക്ക് പോകും. ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും കേട്ടോ. ആ ഒരു സ്ലൈഡിൽ തന്നെ നമുക്ക് മൊത്തം സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് ഫുള്ള് ഞാൻ ഓടിച്ച് നോക്കും. എന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകും. അതല്ല കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ അത് വേറെ ഏതെങ്കിലും ബുക്കിൽ എഴുതി പഠിച്ച് ചെയ്തിട്ട് കാണാതെ ഒന്നുകൂടെ എഴുതി നോക്കും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് നമുക്ക് മനസ്സിൽ ഇത് കറക്റ്റായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരാഴ്ച ഞാൻ പറഞ്ഞോട്ട് തന്നെ നാളെ, അതുപോലെ മറ്റന്നാളുടെ നാളെ, പിന്നെ സൺഡേ ഉണ്ടല്ലോ, സാറ്റർഡേ സൺഡേ, അങ്ങനെയൊക്കെ അവധികൾ വരുന്നുണ്ട്. അപ്പോൾ ആ ദിവസമൊക്കെ കഴിവതും നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു ദിവസം ഇപ്പം ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ ഒരു ദിവസം ഇനി ഒരു 4-5 ചാപ്റ്ററെങ്കിലും വെച്ച് നോക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. റിവൈസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ തലേന്ന് പഠിച്ചു തീർത്താൽ മതി എന്നൊക്കെയാണെങ്കിൽ പതുക്കെ പോയാൽ മതി. പക്ഷേ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ചെയ്ത് നോക്കണ്ടേ, കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയായിട്ട് തന്നെ ഇത് എടുക്കണം. കാരണം ഈ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു എക്സാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പകുതിയോളം പോർഷൻസ് ഈ ഒരു എക്സാമിലൂടെ തീരും. ഈ പകുതി അല്ലെങ്കിൽ ഒരു കാൽഭാഗമെങ്കിലും തീരും. കാരണം ഈ എല്ലാത്തിൻ്റെയും 4 ചാപ്റ്റർ അല്ലെങ്കിൽ 2 യൂണിറ്റ് ഒക്കെ വീതം ഉണ്ടല്ലോ. അപ്പം അതെന്ന് പറയുമ്പോൾ തന്നെ ഒരു മേജർ ഭാഗം തീരും. ഈ നമുക്ക് കെമിസ്ട്രി ടോട്ടൽ 9 ചാപ്റ്റർ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഈ എക്സാമിന് നമുക്കുള്ളത് 4 ചാപ്റ്ററാണ്. അപ്പോൾ 4 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതിയോളം തന്നെ തീർന്നു. മനസ്സിലായോ? അതത്ര നമ്മൾ പഠിച്ച് തീർത്തു. അത് ശരിക്കും പഠിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് റിവിഷൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു എക്സാം അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്രയും എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുക. എന്നിട്ട് മാർക്ക് കുറഞ്ഞെങ്കിൽ നമ്മൾ ഇച്ചൂടെ അതിൽ വർക്ക് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ എവിടെയോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്, അത് അടുത്ത ഒരു എക്സാമിൽ നമ്മൾ ക്ലിയർ ചെയ്യുക. പിന്നെ ഒന്നും പഠിക്കാതെ മാർക്ക് കുറഞ്ഞത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ലാസ്റ്റ് നിമിഷം നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. നമുക്കിപ്പം ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ ഇന്ന് തൊട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ചിലർ സീരിയസ് ആയിരിക്കത്തില്ല, കാരണം ഈ ഒരു എക്സാം അല്ലേ, വെറും ഓണം എക്സാം അല്ലേ, അതിനെന്തിരിക്കുന്നു എന്നുള്ളൊരു ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറയാം, ബയോളജി ആണെങ്കിൽ നമുക്ക് ബോട്ടണി ആകെ 5 ചാപ്റ്ററേ ഉള്ളൂ, അതിൽ 2 ചാപ്റ്റർ ഈ ഒരു എക്സാം കൊണ്ട് നമ്മൾ പഠിച്ചു തീർത്തു. പിന്നെ സുവോളജി ആണെങ്കിൽ ബാക്കി 1, 2, 3, 4, 5, 6, 7, 8, 9 ചാപ്റ്റർ ആണ്. 8-9 ചാപ്റ്ററാണ് സുവോളജി ഉള്ളത്. അപ്പോൾ ഇതിൽ 3 ചാപ്റ്റർ ഉണ്ട്. അതെന്ന് പറയുമ്പം ഏതാണ്ട് പകുതിയോളം ഭാഗമായി അതും നമ്മൾ പഠിച്ചത് തീർത്തു. സീരിയസ് ആയിട്ട് എടുക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഫിസിക്സ് ആണെങ്കിലും ഫിസിക്സ് ഓൾമോസ്റ്റ് ഒരു 14 ചാപ്റ്റർ ഉണ്ട്. 14 ചാപ്റ്ററിൽ 4 എണ്ണേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കാൽഭാഗമേ ഉള്ളൂ. കാൽഭാഗം നമ്മൾ ഫിസിക്സ് പഠിച്ച് മാറ്റി വെച്ചു. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ 9 ചാപ്റ്റർ ഉണ്ട്, നമ്മൾ 4 ഭാഗം പഠിച്ച് 10 ചാപ്റ്റർ ഉണ്ട്, അതിൽ 4 ചാപ്റ്റർ നമ്മൾ പഠിച്ച് വെച്ചു. പിന്നെ ഹിന്ദിയുടെ കാര്യമാണെങ്കിൽ അതുപോലെ ഇംഗ്ലീഷിൻ്റെ കാര്യമാണെങ്കിൽ 2 യൂണിറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചു. ടോട്ടൽ 5 യൂണിറ്റോ 4 യൂണിറ്റോ എന്തോ ആണ്.
അപ്പം അതാവുമ്പോൾ അത്രയും നമ്മൾ പകുതിയോളം പഠിച്ചു വെച്ചു. പിന്നെ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടി തട്ടി എടുത്ത് റിവൈസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു വലിയൊരു മേജർ ഒരു ഭാഗം തന്നെ അങ്ങ് മാറി കിട്ടി. ഇനി കെമിസ്ട്രി ഒക്കെ ഇനി പിന്നെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇനി അങ്ങോട്ട് ഓർഗാനിക് കെമിസ്ട്രിയുടെ കാലമാണ്. അതുപോലെ മാത്സ് ആണെങ്കിലും കണ്ടിന്യൂറ്റി തൊട്ടങ്ങോട്ട് അതിൻ്റെ പിന്നെ മാത്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. മാത്സ് ടോട്ടൽ 13 ചാപ്റ്ററാണുള്ളത്. അതിൽ 5 എണ്ണം ഈ എക്സാം കൊണ്ട് തീരുവാണ്. അതായത് പകുതിയോളം ചാപ്റ്റർ, പകുതി ഇല്ലെങ്കിലും പകുതിയോളം ചാപ്റ്റർ ഈ എക്സാം കൊണ്ട് തീരുന്നു. അപ്പം ഇനി അങ്ങോട്ടുള്ളത് കാൽക്കുലസിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്, ഏതാണ്ട് ഒരു 5 ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സ് അല്ല, അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് അല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഈ മെട്രിസസ്, ഡിറ്റർമിനൻസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കണ്ടിന്യൂറ്റിയും ഡിഫറൻസിയേഷനും മാത്രമേ ഉള്ളൂ കുറച്ച് ടഫ്. അപ്പം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം നല്ല രീതിക്ക് എഴുതാൻ പറ്റും, നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാം, നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. എന്നെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റി, ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ എനിക്കൊരു റിസൾട്ട് എനിക്ക് കിട്ടി എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ്. അപ്പം ഇന്ന് തൊട്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ, പഠിക്കാൻ പറ്റട്ടെ. ഈ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുള്ള വെക്കേഷനുകളിൽ നിങ്ങൾ അത്യാവശ്യം കുറച്ചുകൂടെ പഠിക്കണം കേട്ടോ. കാരണം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിനി ജനുവരി ആകുമ്പോൾ പ്രാക്ടിക്കൽ എക്സാം വരും, മോഡൽ എക്സാം ഉണ്ട്, പിന്നെ അത് കഴിയുമ്പം ഫൈനൽ എക്സാം ഉണ്ട്. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയം അങ്ങനെ പോകും. ഡിസംബറിൽ അവധിയുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.